ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഇത് വ്യക്തിപരമായ നിലയിൽ ദൈവം തനിക്ക് നൽകുന്നതായ ശക്തിയെ സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ അഭൗമമായ ശക്തിയെ സംബന്ധിച്ച് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് ദൈവത്തിൻ്റെ അഭൗമമായ ശക്തിയെ സംബന്ധിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ വാക്കുകളാണ്. നാം വായിച്ച വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ടെന്നും അവിടുന്നാണ് എന്നെ ശക്തനാക്കി സകലത്തിനും മതിയാകുന്നവനാക്കുന്നത് എന്നും താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ശക്തിയെ സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശാരീരികമായ ശക്തിയുണ്ട്, മാനസികമായ ശക്തിയുണ്ട്, അതേപോലെ തന്നെ ആത്മീയമായ ശക്തിയുണ്ട്, ഭൗതികമായ ശക്തിയുമുണ്ട്. ലോകപ്രകാരം ജീവിക്കുന്നതായൊരു വ്യക്തി ഇതിൽ ഭൗതിക ശക്തിയെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തെ മുൻപോട്ട് നയിക്കുന്നത് ഈ ഭൗതികമായ ശക്തിയാണ്. ആത്മീയമായ ശക്തിയെ അദ്ദേഹം പാടെ അവഗണിക്കുന്നു. തൻ്റെ ഉള്ളിൽ ബലം നൽകുന്നതും തന്നെ ശക്തനാക്കുന്നതും ദൈവമാണ് എന്നുള്ളതായ യാതൊരു ചിന്തയും അദ്ദേഹത്തെ ഭരിക്കുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കുന്നത് തൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളിലുള്ളതായ ശക്തി മാത്രമാണ്. തൻ്റെ ശരീരത്തിൽ ലഭിച്ചിരിക്കുന്നതായ ശക്തി ഒരിക്കലും ആത്മീയമല്ല, അത് ഭൗതികമാണ് എന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശാരീരികമായി നാം നല്ല ശക്തരായിരിക്കുന്ന സമയത്ത് ദൈവം നൽകുന്ന ശക്തിയെ സംബന്ധിച്ച് നാം ചിന്തിക്കാറില്ല, അതിനുവേണ്ടി നാം മെനക്കെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് നാം ശാരീരികമായി നല്ല ശക്തി അനുഭവിക്കുന്നവരാണ്. ആ സമയത്ത് എന്തും ചെയ്യാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് യൗവനക്കാരെ രാഷ്ട്രീയക്കാർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അവരോട് ആ സമയത്ത് ദൈവം നൽകുന്ന ശക്തിയെപ്പറ്റി പറഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് കയറുകയില്ല. അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അവരുടെ ശാരീരിക ശക്തിയിലാണ്, ഭൗതികമായ ശക്തിയിലാണ്. എന്നാൽ ദൈവവചനം നമ്മെ അനുശാസിക്കുന്നത് ദൈവം നൽകുന്ന ശക്തി എന്ന് പറയുന്നത് എല്ലാറ്റിനെയും കവിഞ്ഞു വരുന്നതായ ശക്തിയാണ്. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ശാരീരികമായ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവനാണെങ്കിൽ അവൻ ദൈവം നൽകുന്ന ശക്തിയെ സംബന്ധിച്ച് വിചാരിക്കുകയോ അതിനെപ്പറ്റി ആഗ്രഹിക്കുകയോ ചെയ്യണമെങ്കിൽ അവൻ്റെ ശാരീരിക ശക്തി നഷ്ടപ്പെട്ട് ഒരുപക്ഷെ അവൻ രോഗിയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയോ അവൻ്റെ ശാരീരിക ശക്തി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അവൻ ദൈവം നൽകുന്നതായ ശക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും ഒക്കെ തുടങ്ങുന്നത്. അതുവരെയും അവനെ എത്രമാത്രം ഉപദേശിച്ചാലും ദൈവം നൽകുന്ന ശക്തിയെപ്പറ്റി അറിയുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ അദ്ദേഹം ശാരീരികമായി ക്ഷീണിതനായ സമയത്ത്, പ്രത്യേകിച്ച് താൻ രോഗബാധിതനായ സമയത്ത്, തൻ്റെ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ചു വരുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ പൗലോസ് കർത്താവിനോട്, കർത്താവേ, ശാരീരികമായ ക്ഷീണമൊന്ന് മാറ്റിത്തരണമേ, എൻ്റെ രോഗം ഒന്ന് നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പൗലോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദൈവാത്മാവ് പൗലോസിനോട് പറയുന്നതായ കാര്യം എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തിയാണ് നിന്നെ നയിക്കുന്നത്, നിന്റെ ബലഹീനതയിൽ നിന്നെ മുൻപോട്ട് നയിക്കുവാൻ പര്യാപ്തമായത് ഞാൻ നൽകുന്നതായ ശക്തി മാത്രമാണ് എന്ന് ദൈവം പൗലോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശാരീരികമായ ക്ഷീണത്തിൻ്റെ സമയത്ത് നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം എന്താണ്? നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അവിടുത്തെ ശക്തിയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ശാരീരികമായ ശക്തി ഏത് സമയത്തും ക്ഷയിച്ചു പോകാം. നാം ഒരുപക്ഷെ രോഗത്തിന് അടിപ്പെടുമ്പോഴോ മറ്റു വിവിധങ്ങളായ കാരണങ്ങളാലോ നമ്മുടെ ശാരീരികമായ ശക്തി ക്ഷയിച്ചു പോയിരിക്കാം.
എന്നാൽ ദൈവം നൽകുന്നതായ ശക്തിയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്, ജീവിക്കുവാൻ നമ്മെ അനുവദിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് വാസ്തവത്തിൽ ജീവിതത്തിൽ ഭാഗ്യവാന്മാരായിത്തീരുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ നോക്കുക. അദ്ദേഹം ഈ ലോകത്തിൻ്റെ ശക്തിയിൽ വല്ലാതെ അഭിമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ യൗവനകാലത്ത് താൻ ചെയ്തത്, തൻ്റെ ആ ചോരത്തിളപ്പിൻ്റെ സമയം, തൻ്റെ ശാരീരികമായ ശക്തി നന്നായി അനുഭവിക്കുന്നതായ ആ സമയം താൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ദൈവമക്കളെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കുവാനും തല്ലുവാനും കൊല്ലുവാനും ഒക്കെയായി താൻ ആ ശക്തി ഉപയോഗിക്കുകയാണ്. എന്നാൽ ദൈവം അവനെ പിടികൂടി. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ അവൻ്റെ മുൻപാകെ പ്രത്യക്ഷനായ ദൈവം അവനെ പിടികൂടുകയായിരുന്നു. അങ്ങനെ അവൻ നിലത്തു വീണു എന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവൻ്റെ ശാരീരികമായ ശക്തി മുഴുവനും ക്ഷയിപ്പിച്ചു. ദൈവം അവനെ ഒന്ന് തൊട്ടുകഴിഞ്ഞപ്പോൾ അവൻ അഭിമാനിച്ചിരുന്ന അവൻ്റെ ശാരീരികമായ ശക്തി എല്ലാം അസ്തമിച്ചു. അവൻ നിലത്തു വീണു. അവൻ്റെ ശാരീരികമായ ശക്തി വെറും 0 ആയിട്ട് മാറി. അവിടെ നിന്ന് അങ്ങോട്ട് ദൈവം അവന് നൽകിയതായ ശക്തിയിലൂടെയാണ് പിന്നീട് അവൻ സഞ്ചരിക്കുവാനിടയായി തീർന്നത്. ശൗൽ എന്നു പേരുണ്ടായിരുന്ന ആ വ്യക്തി ഏറ്റവും ചെറിയവനായ പൗലോസ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയാണ്. ശാരീരികമായ ശക്തി ദൈവം നൽകുന്നതാണെന്നും ആ ദൈവം നൽകുന്ന ശക്തിയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നതെന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം ചില സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയെന്ന് വരാം. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതായ ആ സംഭവം തനിക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. അപ്പോസ്തലപ്രവൃത്തികളിൽ നാം അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നൽകുന്നതായ ശക്തിയെ അവഗണിച്ചിട്ട് ശാരീരികമായ ശക്തിയിലോ ഭൗതികമായ ശക്തിയിലോ നാം പ്രശംസിക്കുവാനായി ശ്രമിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ദൈവം നമ്മെ ഉപയോഗിക്കുവാനായി തുടങ്ങുമ്പോൾ ഭൗതികമായ ശക്തി എല്ലാം അസ്തമിപ്പിച്ചിട്ട് ആത്മീയമായ ശക്തിയിൽ നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നമ്മെ നയിക്കുന്നത് ആത്മീയമായ ശക്തിയാണ്. ആ ആത്മീയമായ ശക്തി ആദ്യം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇവിടെ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന നമ്മുടെ ഉള്ളിലുള്ളതായ ശക്തിയെ സംബന്ധിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആത്യന്തികമായ ശക്തിയാണിത്. കേവലം ശാരീരികമായ ഒരു ശക്തിയെ സംബന്ധിച്ചല്ല ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്: എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക എന്ന് പറയുന്നു. ആ കൃപയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞ പൗലോസാണ് തിമോത്തിയോസിനോട് പറയുന്നത്: എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കാരണം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് തൻ്റെ ശാരീരികമായ ശക്തിയെല്ലാം അസ്തമിച്ച് അവിടെ മുതൽ അങ്ങോട്ട് ദൈവികമായ ശക്തിയിൽ താൻ എഴുന്നേൽക്കുകയും താൻ സഞ്ചരിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ നേരനുഭവം തനിക്കുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് പൗലോസ് തൻ്റെ വാക്കിൽ എഴുതിയിരിക്കുന്നത്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ളത്. ദാവീദ് രാജാവും ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദാവീദ് രാജാവ് തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതായ വാക്കുകളാണിത്. അതേ സങ്കീർത്തനത്തിൻ്റെ 32-ാം വാക്യത്തിൽ താൻ പറയുകയാണ്: എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുന്നവനാണ് ദൈവം. മറ്റൊരു ഭാഗത്ത് താൻ വീണ്ടും പറയുകയാണ്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുവാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യമായി ബലം നൽകുകയാണ്. ഇന്ന് രാവിലെ ആരെങ്കിലും ബലഹീനരായി തീർന്നിട്ടുണ്ടെങ്കിൽ, ശക്തിയെല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നുവെങ്കിൽ, ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവവചനം നമ്മോട് പറയുന്നതായ ഒരു സത്യം എന്താണ്? നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ഉള്ളിലെ ബലമാണ് വാസ്തവത്തിൽ വലിയ ശക്തിയായി പരിണമിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ബലത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ആ ശക്തി അങ്ങോട്ട് ആരംഭിക്കുന്നത്. രാവിലെ ദൈവവചനത്തിൽ ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുമോ?
അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് പോലെ, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നെഴുതിയിരിക്കുന്നത് പോലെ ആ ദൈവവചനത്തിൽ അങ്ങോട്ട് ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ സകല ബലഹീനതയിലും തികഞ്ഞു വരുന്നതായ ദൈവശക്തി, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നെഴുതിയിരിക്കുന്നതായ അതേ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ച് നമ്മെ ശക്തിയുള്ളവരാക്കി മാറ്റുന്ന ദൈവവചനത്തിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ നമുക്ക് അടുത്തു വരാം. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ശക്തി ഇന്നത്തെ ദിവസം നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. ഭൗതികമായ ശക്തി ക്ഷണികമാണെന്നും ദൈവം നൽകുന്നതായ ശക്തിയാണ് ആത്യന്തികമായിട്ടുള്ളതെന്നും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ശരീരത്തിന് ശക്തി നൽകി, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ള തലത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ദൈവശക്തി ഇന്നത്തെ ദിവസം അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ശാരീരികമായ ശക്തിയെല്ലാം ക്ഷയിക്കുമ്പോൾ, ഞങ്ങൾ ബലഹീനരായിത്തീരുമ്പോൾ, ഞങ്ങൾ നിരാശരായിത്തീരുമ്പോൾ ദൈവികമായ ശക്തി ഞങ്ങൾക്ക് നൽകുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, പലരും ശാരീരികമായ ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നവരായി തീരുമ്പോൾ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ദൈവികമായ ആത്മീയമായ ഞങ്ങളുടെ ഉള്ളിൽ നൽകുന്ന ദൈവകൃപയുടെ ശക്തിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ആ ശക്തി അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ആ ഉള്ളിലെ ബലം കർത്താവെ ഞങ്ങളുടെ ശാരീരികമായ ശക്തിയായി പരിണമിച്ച് ഇന്നത്തെ ദിവസം ദാവീദ് രാജാവ് പറയുന്നത് പോലെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാനുള്ള ഒരു വലിയ ശക്തിയായി അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ആരെങ്കിലും ശാരീരികമായി ബലഹീനരായി തീർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ബലം നൽകി കർത്താവെ ദൈവികമായ ശക്തി അനുഭവിച്ചറിയുവാൻ, അത് മുഖാന്തരം കർത്താവെ അവരുടെ ശരീരത്തിൻ്റെ ബലഹീനതയെല്ലാം മാറിയിട്ട് ഭൗതികമായ ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവികമായ ശക്തി അനുഭവിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വെച്ച് അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയമായി ബോധിപ്പിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.